അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ കാവും അവിടുത്തെ തെയ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തെയ്യക്കാലങ്ങൾ തുടങ്ങിയല്ലേ, അപ്പം തെയ്യങ്ങളുടെ സമയമായതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ കാവുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തെയ്യത്തിൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓരോ കാവുകളിലും പറ്റുന്ന പോലെ പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു കാവുന്നെടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പം നല്ല ഒരുപാട് തെയ്യങ്ങളും ഒരുപാട് ആൾക്കാരും ഒക്കെയുള്ള വലിയൊരു കാവാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം കണ്ണൂർ പാറപ്പുറം എന്ന് പറയും. അപ്പോൾ കാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ആ ഒരു ബന്ധത്തിൽ പോയ ഒരു കാവാണ് കേട്ടോ. കാവുകളും ക്ഷേത്രങ്ങളും ഇഷ്ടപ്പെടാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല അല്ലേ. കാവിലെത്തിയപ്പോൾ ഞാനും മോനും അമ്മയും കൂടി ഫ്രണ്ട് സീറ്റിൽ തന്നെ സ്ഥലം പിടിച്ചു. കാരണം എല്ലാ തെയ്യങ്ങളും കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്. ഒരുപാട് തെയ്യങ്ങളുണ്ട്. ഒരു സമയം തന്നെ 6-7 തെയ്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാണാനുള്ള ഒരു ആകാംക്ഷ വേറെ ഉണ്ട്. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരുപാട് തെയ്യങ്ങളെ ഒരുമിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വിഷ്ണുമൂർത്തി എന്ന് പറയുന്ന തെയ്യം നിങ്ങൾക്കറിയാവുമായിരിക്കും. അപ്പോൾ ആ തെയ്യം കോലം കെട്ടി അത് ആടാനുള്ള ആ ഒരു ടൈമായി. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ഇതാ തെയ്യം കളിക്കാൻ തുടങ്ങി. അപ്പോൾ കാണാനും നല്ലൊരു മനസ്സിനെല്ലാം ഒരു ഭയങ്കര ശരിക്കും ഇതിനോടുള്ള ആ ഒരു താല്പര്യമുള്ളവർക്കറിയാം അതിൻ്റെ ആ ഒരു പ്രത്യേകത. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയും മനസ്സിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റൂ. അപ്പം ഞാനൊരു കട്ട തെയ്യങ്ങളുടെ ഒരു ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലുള്ള കാവുകളിലൊക്കെ പോയി തെയ്യങ്ങൾ കാണുക, അതുപോലെ തന്നെ അവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ അതെല്ലാം ഒരു മനസ്സിനൊരു സന്തോഷം മാത്രമല്ല, അതെല്ലാം ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല. അപ്പോൾ ഇതൊരാൾ ഐസ്ക്രീം വാങ്ങി വന്നിരുന്നിട്ട് തിന്നുകൊണ്ടാട്ടോ തെയ്യം കാണുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയുക, ഈ കാവ് എൻ്റെ റിലേറ്റീവിൻ്റെ കാവാട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ക്ഷണം മൂലം നമ്മൾ പോയതാണ്. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും കാശിയും എല്ലാം പോയി. അപ്പോൾ ഇനിയുള്ള തെയ്യങ്ങളെ മൊത്തം ഷൂട്ട് ചെയ്തെടുത്ത ആൾ ഞാനല്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അപ്പം കാശിയോട് ഞാൻ പറഞ്ഞു, കാശി മോനെ ഏതായാലും എല്ലാ തെയ്യങ്ങളുടെയും ഒരു വീഡിയോ ഇതിനകത്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പോയി എല്ലാ തെയ്യത്തിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ വിഷ്ണുമൂർത്തി, നേരത്തെ കണ്ടത് നമ്മുടെ ഇളയെടുത്ത് ഭഗവതി, അതുപോലെ കണ്ഠകർണൻ, അതുപോലെ നമ്മുടെ പൊട്ടൻ തെയ്യം, അങ്ങനെ പല പേരുകളിലും ഇതിലുള്ള ഭഗവതി, അങ്ങനെയുള്ള തെയ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാ തെയ്യത്തിൻ്റെയും പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ആ ഒരു തെയ്യത്തെ കാണുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ദൈവിക സാന്നിധ്യം അവിടെ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടൻ തെയ്യമാണെന്ന് തോന്നുന്നു, ശരിക്കും പേരറിയില്ല, പക്ഷെ എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ആ കാവ് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് എല്ലാ തെയ്യങ്ങളെയും കണ്ടു. കൂട്ടത്തിൽ നല്ല അടിപൊളി അന്നദാനവും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഫുഡും കഴിച്ചു. നല്ല അടിപൊളി ഫുഡാട്ടോ. അപ്പം പ്രത്യേകിച്ചും ഈ അമ്പലങ്ങളിലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാടൊന്നും കഴിക്കണ്ട, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറും നിറയും മനസ്സും നിറയും. കാരണം അത്രയും രുചിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതാ കാവിനോട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ശാസ്തപ്പൻ എന്ന് പറയുന്ന തെയ്യാട്ടോ ഇത്. അപ്പോൾ ഈ തെയ്യം എല്ലാ കുഞ്ഞു മക്കൾക്കും കയ്യിലുള്ള കിണ്ടിയിൽ പാല് നേദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഓഹരി കേശുവിനും കിട്ടി. അപ്പോൾ അവൻ പാല് വാങ്ങി കയ്യിൽ വാങ്ങിയിട്ട് കുടിച്ചു. അതാ അതിൻ്റെ ഒരു സന്തോഷത്തിലാട്ടോ ആള്. അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയം ഇരുന്ന് കുറേ തെയ്യങ്ങളൊക്കെ കണ്ടു. ഇനി തെയ്യങ്ങളുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അവരുടെ കോലം കെട്ടി തുള്ളുന്ന ആ ഒരു ടൈമെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും തൊഴാനിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പം തൊഴാനിരുന്നതിന് ശേഷം പിന്നെ കുറേ ആൾക്കാർ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ തൊഴുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ എല്ലാ തെയ്യത്തിനെയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അമ്മ ആ തെയ്യത്തിനെ പ്രാർത്ഥിച്ച്
ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് നമ്മുടെ അതിനോട് ചേർന്നിട്ട് തന്നെയുള്ള വീടാട്ടോ നമ്മുടെ റിലേറ്റീവിൻ്റെ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ പ്ലേറ്റിൽ ഫുഡ് വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പം കുറേ ടൈം അവിടെ ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫുഡും കഴിച്ച് കോലം കെട്ടി തുള്ളുന്നതൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം ആ ഒരു മുടി കഴിക്കുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഏതായാലും വേഗം മടങ്ങാം. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഒരു തെയ്യം കാലം കൂടി കഴിയാനായി അല്ലേ. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പോകുമ്പോൾ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.